ഗൈസ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ എൻഹാൻസ്ഡ് ആകുന്നുണ്ട്. എന്നാൽ ഇതിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും എങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു സൈക്കിൾ ചെയ്യണമെന്ന് അറിവേയില്ല. ഇതിൽ 2-3 ടൈപ്പ് ആൾക്കാരുണ്ട്. അതിൽ ചില ആൾക്കാർ വളരെ ബിഗിനറാണ്. അതുകൊണ്ട് തന്നെ ഇവർ തിങ്ക് ചെയ്യുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഷോർട്ട് കട്ട് വിത്തൗട്ട് എഫേർട്ട്. ആൻഡ് രണ്ടാമത്തെ ആൾക്കാരാണെങ്കിൽ ഇവരെന്തോ ഒരു മാജിക് പില്ലിന് വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഒരു മോൺസ്റ്റർ ലെവലിൽ ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോ സംതിങ് സ്റ്റഫ് ഉണ്ട്. സോ ഇത് ഭയങ്കര സീക്രട്ടാണ്, ഇത് അങ്ങനെ റിവീൽ ചെയ്യാൻ ആരും നിൽക്കത്തില്ല. സോ അവരിങ്ങനെ സെർച്ച് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. സോ അവർ സ്വന്തം ബോഡിയിൽ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ, മാർക്കറ്റിൽ കിട്ടുന്ന സകലമായ സാധനങ്ങൾ യൂസ് ചെയ്ത് പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിറ്ററലി. ഈ 2 ടൈപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് വളരെ ഷോർട്ട് ടേമിൽ അത് അച്ചീവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് ഈ 2 ടൈപ്പ് ഓഫ് ആൾക്കാർക്കുള്ളത്. നാച്ചുറൽ ബോഡി ബിൽഡിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻഹാൻസ് ബോഡി ബിൽഡിങ്ങിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗെയിനിങ്സ് ഉണ്ടാക്കാൻ പറ്റും കമ്പാരിറ്റീവ്ലി. ബട്ട് എന്ന് വെച്ച് ഒരിക്കലും ഒരു മാജിക്കോ എന്തോ ഒരു ഷോർട്ട് കട്ടോ ഒന്നുമല്ല. ഇതിലും നിങ്ങൾ എഫേർട്ട് ഉണ്ട്, ഇതിലും ആവശ്യമായ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ബോഡിയിലാണ് നിങ്ങൾ ഓരോ മെഡിസിൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഓരോ തുള്ളി ഡ്രോപ്പ് നിങ്ങളുടെ ബോഡിയിലേക്ക് കയറുമ്പോഴും നിങ്ങൾ 100 വട്ടം ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനിവിടെ നിങ്ങളോട് മെഡിസിൻ ചെയ്യേണ്ടെന്ന് ഒന്നുമല്ല പറയുന്നത്. ചെയ്യുമ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ട് വൃത്തിയായിട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഒരു 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 റിസർച്ചും ചെയ്യാണ്ട് നിങ്ങൾ ചുമ്മാ പോയി എടുത്ത് മാറി കുത്തേണ്ട പരിപാടിയല്ല ഇത്. പ്രോപ്പറായിട്ട് നോക്കണം. നിങ്ങൾക്ക് തരുന്ന മെഡിസിൻ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങളെ കോച്ച് ചെയ്യുന്ന ഒരാൾക്ക് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പലരും വന്നിട്ട് സീക്രട്ടായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ മെഡിസിൻ എടുക്കട്ടെ, ജംബോ എടുക്കട്ടെ, പിന്നെന്താ കോങ് എടുക്കട്ടെ എന്നുള്ള പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്തരം മെഡിസിനൊക്കെ നിങ്ങൾ എടുക്കുന്നതുകൊണ്ട് റിസൾട്ട് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിനേക്കാളും ഒരു 100% സൈഡ് എഫക്ട് നിങ്ങൾക്ക് കയ്യിൽ കൊണ്ട് തരും. അതുപോലെ തന്നെ ഈ സാധനം യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്താൽ ഈ ഗെയിനിങ്സ് ഒക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുക. ഇതൊക്കെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള എന്താ പറയുക സൂത്രപ്പണികൾ മാത്രമാണ്. ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ മെഡിസിൻ്റെ ബോട്ടിലിൽ ഇൻഗ്രീഡിയൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റേഷ്യോസ് പലതും വളരെ അബദ്ധമായിരിക്കും. ഇത് തന്നെയാണ് മെയിൻ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെഡിസിൻ ഒന്നിച്ച് ഒരു ട്യൂബിലാക്കി തരുമ്പോഴുണ്ടാകുന്ന ഡിഫിക്കൽട്ട്, നിങ്ങൾക്ക് ഏതെന്ന സൈഡ് എഫക്ട് കിട്ടുക, ഏത് മെഡിസിൻ നിങ്ങൾക്ക് ബോഡിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കൂടെ പറ്റത്തില്ല. കാരണം ഒരു 5-6 മെഡിസിൻ ഒന്നിച്ച് കുത്തുമ്പോൾ ഏതിനകത്തുനിന്ന് സൈഡ് എഫക്ട് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് പഠിക്കാനേ പറ്റത്തില്ല. നിങ്ങൾക്ക് സൈഡ് എഫക്ട് കിട്ടുകയാണെങ്കിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻഹാൻസ്ഡ് ആവാൻ പ്ലാൻ ഉണ്ട്, ചെയ്യുന്നുണ്ട്, സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരാളടുത്ത് തന്നെ കോച്ചിങ് എടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് ചെയ്യുക. ഓക്കെ.